മോദിയുടെ ഗ്യാരണ്ടി ഒക്കെ പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ്. കുറേ കാലമായിട്ട് മോദി പല ഗ്യാരണ്ടിയും പറയുന്നുണ്ട്. എന്താണ് അവസ്ഥ? ഏത് ഗ്യാരണ്ടിയുടെ കാര്യം പറയുന്നത്? മോദി മൊത്തം ഇവിടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കുക്കിംഗ് ഗ്യാസിന്റെ ഗ്യാരണ്ടിയാണോ? അല്ല, ആ കുക്കിംഗ് ഗ്യാസിന്റെ ഗ്യാരണ്ടിയാണോ? 417 രൂപ വരെ കുക്കിംഗ് ഗ്യാസ് വില കുറച്ച് കൊടുക്കുന്നൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ഡീസൽ 50 രൂപയ്ക്ക് കൊടുക്കുന്നൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പിന്നെ കുക്കിംഗ് ഗ്യാസിൻ്റെ സബ്സിഡി ഈ നമ്മുടെ നേരിട്ട് ബാങ്ക് വഴി വരുന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പല ഗ്യാരണ്ടി 15 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പിന്നെ നോട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നോട്ട് നിരോധിച്ചപ്പോഴേ 50 ദിവസം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് പറഞ്ഞൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡോളറിൻ്റെ വിലയും ഇന്ത്യൻ മണിയുടെ വിലയും തമ്മിൽ ഞാനത് താഴത്തേക്ക് കൊണ്ടുവരിയത് ഡോളറിനേക്കാളും മികച്ച നിലയിലേക്ക് എത്തിക്കുന്നൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പിന്നെ 2 കോടി തൊഴിൽ കൊടുക്കുന്ന പറയുന്ന ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ഗ്യാരണ്ടികളും പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഗ്യാരണ്ടികളൊക്കെ നടപ്പാക്കിയതിന് ശേഷം പുതിയ ഗ്യാരണ്ടി പറയുമ്പോൾ ജനങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടാവും. അപ്പോൾ ഗ്യാരണ്ടികൾ പറയാൻ എളുപ്പമാണ്, പക്ഷെ നടപ്പാക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം.